ഗുഡ് മോർണിംഗ്. സമയം ഇപ്പോൾ വെളുപ്പിന് 6:30. ബേർഡ്സിൻ്റെ സൗണ്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി വ്ളോഗിങ്ങിന് ആദ്യമായിട്ട് എടുക്കുന്നുണ്ട്. ക്യാമറ എങ്ങനെ പിടിക്കണമെന്നോ എന്ത് പറയണമെന്നോ എങ്ങനെ പറയണമെന്നോ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. എനിവേയ്സ്, ഇന്ന് 23 നവംബർ 2025 ആൻഡ് ഈ 6:30 എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വെളുപ്പം കാലമാണ്. അപ്പോൾ ഈ വെളുപ്പിന് ഞാനിങ്ങനെ റെഡിയായി ക്യാമറയൊക്കെ ഓണാക്കി എന്തിനാണ് ഇരിക്കുന്നതെന്നറിയോ? വി ആർ ഗോയിങ് സംവെയർ. ഞാൻ മാത്രമല്ല, മാഷുണ്ട്. ബിക്കോസ് നാളെ 24th ഞങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ്. ഞാൻ ലൈറ്റ് പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടി തപ്പി നടന്ന് ടെറസിൽ വന്ന് നിൽക്കുകയാണ്. 24th ഞങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പം വി തോട്ട് വിൽ ഗോ സംവെയർ. എന്താണ് സ്പെഷ്യൽ എന്നറിയോ? അത് ഞാൻ മാഷിനെ കൂടി കൂട്ടി നിർത്തിയിട്ട് പറയാം. ഞാൻ താഴെ എത്തി. മാഷ് ഇതുവരെ എൻ്റെ വീഡിയോയിൽ അങ്ങനെ പ്രത്യക്ഷപ്പെടാത്തതുകൊണ്ട് ഐ തോട്ട് ഐ ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ്. മാഷ് എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ആൻഡ് ദിസ് ഈസ് മൈ മാഷ്. ഇത് ഹലോ. 24th of November നാളെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് 8 വർഷമായി. 8th year ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. സെലിബ്രേഷൻ എന്നൊന്നും പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഈ ടൈമിൽ ആക്ച്വലി എനിക്ക് വേണ്ടത് കുറച്ച് റെസ്റ്റാണ്. മാഷിനും എനിക്ക് വേണ്ടത് റെസ്റ്റാണ്. അതാണ് ഞാൻ ക്രേവ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞങ്ങൾ കുറേ പ്ലാനൊക്കെ ചെയ്തെങ്കിലും ഫൈനലി വി തോട്ട് ഒന്ന് നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് സമാധാനം ആയിട്ട് കുറച്ച് കാമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാം. സോ ലെറ്റ്സ് ഗോ. സോ വി സ്റ്റാർട്ടഡ് ആ ജേർണി. നമ്മളങ്ങനെതാ യാത്ര തുടങ്ങി. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ട്രിപ്പ് ലൈക്ക് ഒരു സ്ഥലം പുതിയത് എക്സ്പ്ലോർ ചെയ്ത് അവിടെ ഇങ്ങനെ കറങ്ങി നടക്കുക, അതല്ല നമ്മുടെ അജണ്ട. ഞാൻ ക്ലാസ്സും വർക്കും എല്ലാം കൂടെ ചെയ്ത് ബോഡി എക്സോസ്റ്റഡ് ആണ്. അപ്പോൾ ലൈക്ക് എക്സ്പ്ലോറേഷനിലേക്കാട്ടും കൂടുതൽ വാട്ട് ഐ ക്രേവ് ഇസ് ടു ഹാവ് എ പീസ്ഫുൾ ടൈം. അതുകൊണ്ട് നമ്മൾ നേരെ പോകുന്നു. ഞാനും മാഷും ഒരുമിച്ച് നല്ല മൊമെന്റ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ദാറ്റ്സ് ആർ അജണ്ട. ആൻഡ് സെക്കൻഡ് മെയിൻ അജണ്ട ഇസ് ഫുഡ് അടി, അല്ലേ മാഷേ? അപ്പൊ ഇനി പ്രോബബ്ലി നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് ഫുഡ് കഴിക്കാനായിരിക്കും, അല്ലേ മാഷേ? അപ്പൊ നമുക്കിനി ഭക്ഷണം കഴിച്ചിട്ട് വിൽ റെസ്യൂം അവർ ജേർണി. ഞാൻ പോകുന്നത് എന്റെ കോളേജിന്റെ ഫ്രണ്ടിൽ കൂടെ ഉള്ള വഴിയിലാണ്. ഞാൻ കോളേജ് കാണിച്ചു തരാവേ. എത്താനായി. ഇതാണ് എന്റെ കോളേജ്. അത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എറണാകുളം. ടാറ്റാ, മറ്റന്നാ കാണാവേ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് എത്തി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് മൂവാറ്റുപുഴയിലുള്ള പാരസ് ഹോട്ടലിലാണ് നമ്മൾ കയറിയത്. ഇവിടെ ഉള്ളവർക്കറിയാം, അത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടൽ തന്നെയാണ്. ചെറുതാണെങ്കിലും കുറേ വർഷങ്ങളായിട്ട് മട്ടനും ബീഫും ഒക്കെ സെർവ് ചെയ്യുന്ന ഹോട്ടലാണ്. അവിടെ കയറിയിട്ട് നമ്മുടെ സ്ഥിരം മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം തന്നെയാണ് ഓർഡർ ചെയ്തത്. പുട്ടും ബീഫും മട്ടനും പൊറോട്ടയും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പാരസ് ഹോട്ടൽ, ഇതാ കാണുന്ന പാരസ് ഹോട്ടൽ. പൊറോട്ടയും ബീഫും കഴിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പോയെങ്കിലും മാഷാണ് പൊറോട്ടയും ബീഫും കഴിച്ചത്. ഞാൻ പുട്ടും മട്ടനും. പിന്നെയും ഞാൻ തന്നെയാണ് ഡ്രൈവർ. സൂര്യനൊക്കെ വന്നു തുടങ്ങി. ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മളെത്തി. നല്ല തണുത്ത കാറ്റുണ്ട്. നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ടില്ല. ചെക്ക് ഇൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണു. അപ്പം തൽക്കാലം ഇവിടെ കാറ്റൊക്കെ കൊണ്ട് ബ്ലാക്ക് കോഫിക്ക് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കണം. ദിസ് ഈസ് സംവെയർ നിയർ ഇടുക്കി ഡാം. പ്രോപ്പർ സ്ഥലത്തിൻ്റെ പേരെന്നാപ്പാ? വാഴവര. ഏലക്ക റിട്രീറ്റ്സ്.
വെള്ളമൊന്നും വന്നില്ല, ചിരിപ്പോയി. ഇവിടെ നിറയെ പ്ലാന്റ്സ് ഉണ്ട്, കുറേ മരമുണ്ട്. സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഈ കാറ്റ് വരുമ്പോഴേ നമ്മൾ മഴയാണ് പെയ്യുന്നതെന്ന് തോന്നിപ്പോവും, അങ്ങനത്തെ ഒരു സൗണ്ട് ഇലകളിലൊക്കെ. സോ നമ്മളിപ്പോൾ റൂമിലേക്ക് കയറാനായിട്ട് പോവാണ്. ദിസ് ഇസ് അവർ റൂം. സ്റ്റോൺ കോട്ടേജ് റൂം എന്നാണ് ഇതിനെ പറയുന്നത്. കണ്ടോ, സ്റ്റോൺസ് ആണ്. ആർക്കിടെക്ചറൽ ടേംസ് I don't know. So come, let's go inside the room. ഞാൻ ഭയങ്കര ക്ലംസി പേഴ്സൺ ആണ്. ഐ എം എ വെരി ക്ലംസി പേഴ്സൺ. ആൻഡ് ഒരു റൂം ടോറൊക്കെ ഇങ്ങനെ ഒഫീഷ്യലി ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്. എവിടൊക്കെ തട്ടിത്തടഞ്ഞ് വീഴുന്ന എനിക്കെന്നെ ഒരു നിശ്ചയമില്ല. മാഷാണെങ്കിൽ എൻ്റെ അടുത്ത് ശ്രദ്ധിച്ചെന്ന് കുറേ ആയി പറയുന്നു. 2-3 വട്ടം ഓൾറെഡി വീഴാനായിട്ട് പോയി. എനിവേസ്, ദിസ് ഇസ് എ റൂം and welcome to our stone cottage room. So door തുറക്കുമ്പോൾ this is our bedroom. ഇവിടെ നമ്മളിങ്ങനെ കിടക്കും. അയ്യോ, കിടക്കാനുള്ള സമയമായിട്ടില്ല. സോ നൗ ബെഡിൽ നിന്ന് നമുക്ക് നേരെ yet another view. ഇവിടെ വന്നു നമുക്ക് ഇങ്ങനെ വ്യൂ കണ്ട് എൻജോയ് ചെയ്ത് ചില്ല് ചെയ്യാം. ലൈക്ക് ഇങ്ങനത്തെ ഒരു കാം എൻവയൺമെന്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കുള്ളൊരു ബെസ്റ്റ് ചോയ്സ് തന്നെയാണ് ഏലക്ക റിട്രീറ്റ്സ്. ബിക്കോസ് ഭയങ്കര പ്രൈവസിയാണ് ഇവിടെ. അധികം ആൾക്കാർ ആരും ഇല്ല. നമ്മൾ വന്നാൽ നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ മാത്രമായിട്ടുള്ള ലോകമാവും. പിന്നെ വണ്ടിയുടെ ബഹളമില്ല, ഒരു ഒച്ചയില്ല. ആകെ കാറ്റത്ത് മരം ഇലകൾ കൂട്ടിമുട്ടുന്ന സൗണ്ട് മാത്രമാണുള്ളത്. സൂപ്പർ പീസ്ഫുൾ, കാം, ക്വൈറ്റ്. അവിടെയും ഒരു കോഫി ഉണ്ട്, നിറയെ കോഫി ഉണ്ടല്ലേ മാഷെ? ഇതാണ് നമ്മുടെ ബാൽക്കണി എന്നുള്ള വ്യൂ. ഇനി നമുക്ക് അകത്തേക്ക് പോകാം. ദർ ഇസ് സംതിങ് മോർ എക്സൈറ്റിംഗ്. I'll show you. ഇങ്ങനെ വന്ന് ഇനി ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യുന്നത് വിശാലമായിട്ടുള്ള ബാൽക്കണി ഓൾറെഡി കാണിച്ചു. അപ്പോൾ യു മൈറ്റ് നോ വാട്ട് വി ആർ ഗോയിങ് ടു സീ നെക്സ്റ്റ്. ഇറ്റ്സ് and we have a jacuzzi. Jacuzzi എന്നുള്ള വ്യൂ കണ്ടോ? അമ്മേ, സ്വർഗം. ഇവിടെ നമുക്ക് നിന്ന് വ്യൂ ഇങ്ങനെ എൻജോയ് ചെയ്യാം. നമുക്കിവിടെ ഒരാഴ്ച താമസിച്ചല്ലോ പക്ഷേ ഭയങ്കര അടിപൊളി. ഭയങ്കര നമ്മൾ എന്താണോ നമുക്ക് വേണ്ടിയിരുന്നത്, സമാധാനമാണല്ലോ, അത് 100% നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് വി ഹാവ് എ സൂപ്പർ ക്യൂട്ട് ഷവർ ഏരിയ ഹിയർ. അത്രയേ ഉള്ളൂ. ദിസ് ഇസ് അവർ ബാത്റൂം. This is our chilling place and this is where we are going to celebrate our 8th year anniversary. ഞാൻ ഈ മാഷിനെ കാണിച്ചു തരാം. ഹായ് മാഷ്. യെസ്, നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. ഈ റിസോർട്ടിൻ്റെ അകത്ത് തന്നെ മേലെയായിട്ട് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. നടക്കാനുണ്ട്, 5 മിനിറ്റ് നടന്നാൽ മതി എന്നാണ് കെയർ ടേക്കർ പറഞ്ഞത്. ഇപ്പം തന്നെ ഞാൻ കഥച്ചു തുടങ്ങി. ലെറ്റ്സ് സീ. മാഷിന് പിന്നെ സംസാരിക്കാൻ ആരെങ്കിലും കിട്ടിയ മാഷിനെ പിന്നെ നോക്കണ്ട. ഇപ്പം ഞാൻ പറയുന്നത് പോലും ഈ വീഡിയോയിൽ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. മാഷ് സോ എക്സ്ട്രോവേർട്ടഡ്. അപ്പം അതാ ആളെ സംസാരിക്കാൻ കിട്ടി, ആളെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. What I was thinking to tell now is, എനിക്ക് ഇത്രയും കാലം ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ഞാൻ ലൈക്ക് ബീച്ച് പേഴ്സൺ ആണോ മൗണ്ടൻ പേഴ്സൺ ആണോ, എനിക്ക് അതിനൊരു ക്ലിയർ ആൻസർ ഉണ്ടായിട്ടില്ല. പക്ഷെ റീസെൻ്റ്ലി കുറച്ച് മാസങ്ങളായിട്ട് എനിക്ക് റിപ്പീറ്റഡ്ലി ഞാൻ പോയതെല്ലാം മൗണ്ടൻ ഏരിയയിലാണ്, പ്രകൃതി രമണീയുള്ള വ്യൂ ഉള്ള സ്ഥലത്താണ്. ആൻഡ് നൗ ഐ നോ ഐ ആം എ മൗണ്ടൻ പേഴ്സൺ. ഐ ആം എ മൗണ്ടൻ പേഴ്സൺ. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഏത് മൗണ്ടൻ കാണാൻ പോയാലും ഇങ്ങനെ കിതക്കേണ്ടി വരും. അത് മാത്രമാണ് ഒരു സീൻ. സ്റ്റാമിന എന്ന് പറഞ്ഞ സാധനമില്ല. ഇപ്പോൾ മൊബൈൽ ഇങ്ങനെ കൈ പിടിച്ചിട്ട് എൻ്റെ കൈ വേനെടുക്കുന്നു. ഓ മൈ ഗോഡ്, എന്താ അവസ്ഥയല്ലേ, പ്രായമായി.
ഇനി മേലെത്തിയിട്ട് I'll show you what the view is. Marsh and his newly found friend. Yeah, okay. I've almost reached the top, and do you want to see the view? Come. I'm a mountain person. എനിക്കിങ്ങനെ ഭയങ്കര സന്തോഷം തോന്നുന്ന സ്ഥലത്തെത്തുമ്പോൾ മൈ ഫ്രണ്ട്സ് നോ എനിക്ക് ഭയങ്കര കിക്കാണ്. എനിക്ക് ഭ്രാന്ത് പിടിക്കും. ആ ഒരു ഭ്രാന്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. This is so good. അടിപൊളി. If you are a Prakriti Ramani person, if you are like so, if you get so excited about nature, this is a must visit place. This is a must visit place. കാറ്റിന്റെ സൗണ്ട് കേട്ടോ, അയ്യോ ഭയങ്കര രസമുണ്ട്. അങ്ങനെ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടുനിന്ന് നമ്മൾ നേരെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോന്നു. എനിക്ക് പിന്നെ എവിടെ പോയാലും ഏത് സ്ഥലത്ത് പോയാലും ചോറും മോരുകറിയും മീൻ വറുത്തതും കിട്ടുകയാണെങ്കിൽ അതാണ് എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ്. ഇത്തവണയും അത് തെറ്റിയില്ല. ചോറും സാമ്പാറും ഫിഷ് ഫ്രൈയും തോരനും എല്ലാമാണ് ഞാൻ ഓർഡർ ചെയ്തത്. ചില സമയത്തെ ഈ ചോറും മീൻ വറുത്തതും കൂട്ടി കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ലോ, അത് വേറെ ഒന്നിനും കിട്ടൂലടോ. പറയുന്നതൊരു മന്തി ഫാനാണ്, ബട്ട് സ്റ്റിൽ ദിസ് ഹിറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. എവിടെ പോയാലുള്ള ചോറ് അത് ഉച്ചയ്ക്ക് ഒരു മസ്റ്റാണ് ആമിക്ക്. ആമി പറഞ്ഞോണ്ട് ഞാനും കഴിച്ചു. ചെമ്മീൻ റോസ്റ്റ് നല്ല ടേസ്റ്റുണ്ട്. നല്ല സക്സസ്. We came back again. നമ്മൾ സൺസെറ്റ് കാണാനായിട്ട് വന്നു. പക്ഷേ സമയം ഇപ്പോൾ ഒരു 5:30 ക്ലൈമറ്റാണ് നമ്മളിവിടെ കാണുന്നത്. 5:30-6 മണി ആയിട്ടുണ്ട് തോന്നുന്നു. ചെറിയ മഴയുണ്ട്, നല്ല തണുത്ത കാറ്റ് ഉണ്ട്. സൺസെറ്റിൻ്റെ കാറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലൈമറ്റാണ്. ഇതാ കണ്ടോ? അയ്യോ, നമ്മൾ രാവിലെ കണ്ട അതേ അല്ല, ടോട്ടലി ഡിഫറെൻറ്റ് വൈബിലാണ് ഇപ്പോൾ വ്യൂ നിൽക്കുന്നത്. ആൻഡ് തണുപ്പും കൂടിയിട്ടുണ്ട്, നല്ല കാറ്റുണ്ട്, തണുപ്പും കൂടിയിട്ടുണ്ട്. അടിപൊളി. ഇറ്റ് ഫീൽ സോ ഹെവൻലി. ഞാനിവിടെ നിന്നാൽ എൻ്റെ കാറ്റ് മറിച്ച് ചാടിക്കുമോ എന്നുള്ള ഡൗട്ടുണ്ട്, അത്രയും കാറ്റുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇവിടെ നമുക്ക് ലൈക്ക് ഇടുക്കി ഡാമിന്റെ റിസർവോയറിന്റെ വ്യൂ ആണ് കിട്ടുന്നെങ്കിൽ അതിന്റെ കുറച്ച് ഇപ്പുറം മാറി കംപ്ലീറ്റ്ലി പ്രകൃതി രമണിയാണ്. ഫുൾ കുന്ന്, മല. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ലൈറ്റ് ഒക്കെ കത്തിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി ബ്രെത്ത് ടേക്കിംഗ്. മഴ നനഞ്ഞ് വ്യൂ എൻജോയ് ചെയ്ത് വിത്ത് മൈ ഫേവറേറ്റ് പേഴ്സൺ ഓൺ എർത്ത്. ഇതല്ലേ നമ്മുടെ ലൈഫിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള മൊമെൻറ്റ്. ചെറിയ മഴയത്ത് ഇത്രയും നല്ല സ്ഥലത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുടെ കൂടെ ആ ഒരു ടൈം എൻജോയ് ചെയ്യാൻ പറ്റാന്ന് പറയുന്നത്, അതിന് മേലെ എന്താണുള്ളത്? ഐഡ് ലൈക്ക് ടു സീസ് ദിസ് മൊമെൻറ്റ്. അത്രയും അടിപൊളിയായിട്ടുള്ള മൊമെൻ്റാണ് ഞാനിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എങ്ങനെയുണ്ട്? അടിപൊളി. I love you. I love you. അങ്ങനെ സമയം രാത്രി 9:30 അടുത്ത് ആയിട്ടുണ്ട്. ഇതുവരെ റെസ്റ്റ് എടുത്തു, നല്ല സമാധാനമായിരുന്നു, എൻജോയ് ചെയ്തു. അപ്പോൾ ഇനി ഞാനും മാഷും കൂടെ ജക്കൂസിൽ ഇറങ്ങാനായിട്ട് പോവാം. നല്ല തണുപ്പ്, അതാ കാറ്റടിക്കുന്നുണ്ടോ? നല്ല തണുത്ത കാറ്റുണ്ട്. ഇത്രയും തണുപ്പ് ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഈ തണുപ്പത്താണ് ഇനി ജക്കൂസിൽ ഇറങ്ങാനായിട്ട് പോകുന്നത്.
ലെറ്റ്സ് ഗോ. ടാൻ 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 ടാൻ. അങ്ങനെ സമാധാനം തേടിയുള്ള വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ചുള്ള ഞങ്ങളുടെ സ്റ്റേക്കേഷനിലെ ഫസ്റ്റ് ഡേ ദാ കഴിഞ്ഞു. ഉറങ്ങാനുള്ള ടൈമായി. രാവിലെ വ്യൂ പോയിന്റിലൊക്കെ പോയി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കത്തെ ഫുഡും ലഞ്ചും അടിപൊളിയായിരുന്നു. സ്റ്റേ അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിച്ചത്, ക്രേവ് ചെയ്തത്, അത് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയി. ഭയങ്കര സന്തോഷത്തിലാണ് ഉറങ്ങാനായിട്ട് പോകുന്നത്. പക്ഷെ പതുക്കെ ഓൾറെഡി ഉറക്കത്തിലേക്ക് പോയിട്ടുണ്ട്. നാളെ സൺറൈസ് കാണാനുള്ള പ്ലാനുണ്ട്. രാവിലെ എണീറ്റാൽ സൺറൈസ് കണ്ടായിരിക്കും ഞങ്ങളുടെ 8ാം വിവാഹ വാർഷിക ദിവസം ഞങ്ങൾ ആരംഭിക്കുന്നത്. അഡ്വാൻസ്ഡ് ഹാപ്പി ആനിവേഴ്സറി മാഷേ. ഉറങ്ങി. ഗുഡ് നൈറ്റ്. നടക്കാം. ബൈ. ഗുഡ് മോർണിംഗ്. സോ സമയം 5:30 കഴിഞ്ഞു. സൺറൈസ് കാണാനായിട്ട് എണീറ്റിട്ടുണ്ട്. ഇനി റെഡി ആയിട്ട് സണ്ണിനെ തേടി പോയാൽ മതി. നല്ല ഫോഗ് ഉണ്ട്. സണ്ണിനെ കാണാൻ പറ്റുമോ അറിയില്ല. ബട്ട് ലെറ്റ്സ് ട്രൈ. സോ ടുഡേ ഇറ്റ്സ് 24th of November, ഞങ്ങളുടെ 8th ആനിവേഴ്സറി ഡേറ്റ്. സോ ഫ്രഷ് ആയിട്ട് സൺറൈസ് കണ്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് കരുതി രാവിലെ തന്നെ എണീറ്റ് വ്യൂ പോയിന്റിലേക്ക് നടക്കുകയാണ്. ഓൾമോസ്റ്റ് നേരെ ഇങ്ങനെ വെളുത്ത് വരുന്നുണ്ട്, പക്ഷെ ഫുൾ ഫോഗാണ്. ഇത് കണ്ടില്ലേ? അപ്പോൾ സണ്ണിനെ കാണാൻ പറ്റുമോ അറിയില്ല, പക്ഷെ നമ്മൾ നല്ല സ്പീഡിൽ മേലേക്ക് നടക്കുകയാണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഫുൾ ഫോഗാണ്. ഇടുക്കി ഡാമിന്റെ റിസർവോയർ ഫുള്ളായിട്ട്. So this is around us. മൊത്തം ഇങ്ങനെ മൂടി. സൂപ്പർ അല്ലേ? ഫോഗ് മാറി ചെറുതായിട്ട് നമുക്ക് ആ വിസിബിലിറ്റി കിട്ടുന്നതുണ്ടല്ലോ. ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല കാറ്റുണ്ട്. എപ്പോൾ ഞാൻ വീഴുന്നു നോക്കിയാണ് ഞാൻ നടക്കണേ. അപ്പൊ ഞങ്ങളിതാ ഇവിടെ വന്നിരുന്ന് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ മദ്യ മറന്നിരിക്കുകയാണ്. ഭയങ്കര കാറ്റാണ്. ഞങ്ങളവിടെ സ്റ്റാൻഡ് വെച്ചേക്കുന്ന നിങ്ങൾ കണ്ട എല്ലാരും ചിരിക്കും. കുറെ കല്ലൊക്കെ എടുത്ത് വെച്ചിട്ട് അതിന്റെ മേലെ വെച്ചേക്കുന്ന സ്റ്റാൻഡ് നിൽക്കുന്നില്ല കാറ്റത്ത്. ഫോൺ മറിഞ്ഞാല് നേരെ കൊക്കയിലേക്കാ പോകാൻ തോന്നുന്നത്. അതിങ്ങനെ ഷിവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 8 വർഷങ്ങൾക്ക് മുന്നെയാണ് ഞങ്ങളുടെ യാത്ര ഞങ്ങൾ ആരംഭിക്കുന്നത്. ഇന്നങ്ങനെ 8 വർഷമായി. 8 long years. എന്താ മാസ്റ്റർ പറയാനുള്ളത്? എങ്ങനെയുണ്ട് എന്റെ കൂടെയുള്ള ജീവിതം? അടിപൊളി. എന്നെ പൊക്കാൻ എനിക്ക് വേറൊരാളുടെ സഹായം ആവശ്യമില്ല.
അങ്ങനെ സൺറൈസ് കണ്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് എത്തി. ഇന്നത്തെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല, അടിപൊളി ക്ലൈമറ്റാ. ചെറിയതായിട്ട് മഴ പെയ്യുന്നുണ്ട്, നല്ല തണുപ്പുണ്ട്, നല്ല തണുത്ത കാറ്റുണ്ട്. അങ്ങനെ സൺറൈസ് കാണാൻ പോയി അവിടെ കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്ത് കാറ്റത്ത് ഇങ്ങനെ വിറച്ചൊക്കെ ഇരുന്ന് തിരിച്ച് റൂമിലെത്തി. റൂമിൽ കയറിയപ്പോഴാണ് നമ്മുടെ ആനിവേഴ്സറി ആണെന്ന് അറിഞ്ഞ് നമ്മളെ കൂടുതൽ ഹാപ്പി ആക്കിക്കൊണ്ട് റിസോർട്ടിലെ ആളുകള് റൂമിൽ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഡെക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് റോസ് ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട് ക്യൂട്ടാണ്, സിമ്പിൾ ആണ്, പക്ഷെ ഇറ്റ് മേഡ് us a lot happy. So come. ഇവിടെ താഴെ ഒരു വെൽക്കം ഉണ്ട്, മേലെ ഒരു ലവ് ഉണ്ട്, ഒരു ലവ് സൈൻ ഉണ്ട്, ആൻഡ് ഫുൾ റോസ് പെറ്റൽസ്. നമ്മുടെ ആനിവേഴ്സറി എന്ന് അറിഞ്ഞിട്ട് റിസോർട്ടിലെ അമിത്താണ് നമ്മുടെ റൂം ബോയ്. അമിത് ചെയ്തതാണ്. അമിത് സോ ക്യൂട്ട്. അപ്പൊ പാവം രാവിലെ നമ്മൾ സൺറൈസ് കാണാൻ പോയ ഗ്യാപ്പിൽ വന്ന ഡെക്കറൊക്കെ ചെയ്ത് നമ്മൾ തിരിച്ചു വന്നപ്പോൾ ഇതാണ് നമ്മൾ റൂമിൽ കാണുന്നത്. ആൻഡ് ഇറ്റ് വാസ് സോ ക്യൂട്ട് ഓഫ് ദം ടു ഡു ദിസ് ഫോർ us. റൂം സെറ്റായി. നമ്മളിപ്പോൾ ഇനി കേക്കൊക്കെ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഒഫീഷ്യലി നമ്മുടെ 8th വെഡിങ് ആനിവേഴ്സറി. അഷ് റെഡി അല്ലേ? ഇങ്ങനെയല്ല, 8 അല്ലേ? ഹാപ്പി ആനിവേഴ്സറി. കട്ട് ചെയ്യാം. മേക്ക് എ വിഷ്, മേക്ക് എ വിഷ്. അതല്ല, അതിന്റെ ഉള്ളിൽ വിചാരിക്കും സീക്രട്ട് ആയിട്ട് ഒരു വിഷ്. Happy anniversary to us. Happy anniversary to Amishu and Mashi. Happy anniversary to Amishu and Mashi. Happy anniversary to Amishu Mashi. Amishu. Cheers to 8. നല്ല കേൾക്കല്ലോ. Stepping to 9. നമ്മൾ രണ്ടുപേരും കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്ത ലൈഫാണ് നമ്മുടെ. ലൈക്ക് നമുക്ക് ലക്ക് ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടായിട്ടില്ല, ഭയങ്കരമായിട്ടുള്ള ഫോർച്യൂൺസ് ഒന്നും കിട്ടിയിട്ടില്ല. ഇറ്റ്സ് പ്യുവർ ഹാർഡ് വർക്ക്. കഷ്ടപ്പെട്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയതല്ലേ. പക്ഷെ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്, വിത്ത് പഠിച്ചോൺസ് ബ്ലെസ്സിങ്സ് ഓഫ് കോഴ്സ്. ഇനി ഇങ്ങനെ ഒരുപാട് വർഷം പോട്ടെ. അതെ, we'll celebrate 100 years of our wedding anniversary. This is the best part. വ്യൂ ഇങ്ങനെ എൻജോയ് ചെയ്ത് എൻ്റെ ഫേവറേറ്റ് കേക്ക് ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുക. മിക്കവാറും ഞാൻ ഒറ്റരിപ്പിൽ കേക്ക് തീർക്കും. ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഭക്ഷണമാണോ? നമുക്ക് റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് നമ്മൾ വന്നപ്പോൾ മുതൽ നമ്മുടെ എല്ലാ കാര്യത്തിനും പറയിലുള്ള അമിത്താണ് അത് അവിടെ നിൽക്കുന്നത്. അമിത്തിന് നമ്മൾ കൊടുക്കുകയാണ് കേക്ക്. താങ്ക് യു അമിത്. അമിത്, can you say hi? Hi. Hi bolo. This is Amit. Thank you. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ക്യൂട്ട് ലിറ്റിൽ എസ്കേപ്പിന് ബൈ പറയാനുള്ള ടൈം ആയിരിക്കുകയാണ്. നമ്മളിതാ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാനായിട്ട് പോവാണ്. 8th വെഡിങ് ആനിവേഴ്സറി. അങ്ങനെ ഏറ്റവും ക്യൂട്ടായിട്ട് സിമ്പിളായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത് ഒരുപാട് ഹാപ്പി ആയിട്ട് വി ആർ ഗോയിങ് ടു സേ ബൈ ടു Elika retreat, a cute little escape from all our hectic job, work, studies and everything. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണാല്ലേ മാഷേ? Yes.
നെക്സ്റ്റ് ടൈം ഏലക്ക റിസോർട്ട്. Thank you for watching this video and sending lots and lots of love to everybody who have watched it till here. Lots Bye-bye. of love. Bye. See you in the next video.